ഇറാനുമായുള്ള സൈനിക സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ അതീവ സങ്കീർണവും അപകട സാധ്യത നിറഞ്ഞതുമാണെന്ന് റിപ്പോർട്ടുകൾ. ഇറാൻ ഈ പാത തടയുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സൈനിക നടപടികളിലൂടെ ഇത് പുനഃസ്ഥാപിക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഒരു വലിയ ആഗോള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം ഈ ഇടുങ്ങിയ കപ്പൽപാതയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇറാൻ ഈ പാത തടസ്സപ്പെടുത്തിയാൽ ആഗോള എണ്ണ വിപണി തകരുകയും ലോകം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. കടലിനടിയിൽ ഇറാൻ വിന്യസിച്ചിരിക്കുന്ന അത്യാധുനിക മൈനുകൾ നീക്കം ചെയ്യുക എന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇവ കണ്ടെത്തി നശിപ്പിക്കുന്നത് സമയമെടുക്കുന്നതും അതീവ അപകടകരവുമായ പ്രക്രിയയാണ്. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ സജ്ജമാക്കിയിരിക്കുന്ന ആധുനിക മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും വലിയ ഭീഷണിയാണ്. സങ്കീർണമായ ഈ ഭൂപ്രകൃതിയിൽ കപ്പലുകൾക്ക് നേരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്താൻ സാധ്യതയുണ്ട്. വലിയ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് വേഗതയേറിയ ചെറിയ ബോട്ടുകളെയാണ്. ഇത്തരം ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ചാവേർ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്കൻ സേന കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. ഹോർമൂസ് കടലിടുക്ക് ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിക്കുന്നത് ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് വഴിതെളിക്കും. ഇത് പശ്ചിമേഷ്യയിലാകെ പടരുന്ന ഒരു പ്രാദേശിക യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. കൂടാതെ റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഇടപെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരുതിരിവുകൾക്ക് കാരണമാകും. അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് നൽകിയിരിക്കുന്ന 48 മണിക്കൂർ സമയപരിധി അവസാനിക്കാനിരിക്കെ ആഗോള വിപണികൾ അതീവ ജാഗ്രതയിലാണ്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും ഇന്ത്യയെപ്പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കും. നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലുണ്ടായ വൻ തകർച്ചയും രൂപയുടെ മൂല്യമിടിവും ആ ആശങ്കയുടെ പ്രതിഫലനമാണ്. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള നീക്കം കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സമാധാനത്തെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ നീക്കമാണ്. വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളും സൈനിക നീക്കങ്ങളും ഈ പ്രതിസന്ധിയുടെ ആഴം നിശ്ചയിക്കും.